മാത്രം മനസ്സിലാക്കാവുന്ന കുറച്ച്. ഓക്കെ, So it was a lot of fun. ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് നമ്മൾ പോവാണ്. മനസ്സ് പറയുന്ന കാര്യങ്ങൾ, അതാണ് സെഗ്മെന്റ്. ഓക്കെ, എന്താ മനസ്സ് പറയുന്ന കാര്യങ്ങൾ. യു ഷുഡ് സേ ചേച്ചിയുടെ മനസ്സിൽ നിന്നും മൈൻഡ് എന്താണോ അത് കേൾക്കുമ്പോൾ ചേച്ചി പറയണത്, ഐ മീൻ തോന്നുന്നത് അത് പറയാ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, റെഡി? ഫസ്റ്റ് വൺ. ജീവിതത്തിലെ ആദ്യത്തെ ഓണസദ്യ വിളമ്പി തന്നത് മമ്മുക്ക. ശരിയാ, അരയന്നങ്ങളുടെ വീട്. വീട്. ഓക്കെ, ആ ഒരു ഓണം ചേച്ചിയുടെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം ഓണസദ്യയാണല്ലോ അത്. അപ്പൊ അത് എനിക്ക് ഓണം എന്താണ് പറയാൻ പോലും എനിക്ക് അറിയുന്നായിരുന്നു. അതെ. അപ്പൊ എല്ലാരും നാളേക്ക് നമുക്ക് ഓണസദ്യ ഇതെന്താ ഓണസദ്യ എനിക്ക് ഒന്നും അറിയില്ല. ഭാഷ, ഒരു വാക്ക്, ഒരു വേർഡ് അറിയില്ലായിരുന്നു. ഈവൻ ചേച്ചി കേട്ടിട്ടേ ഇല്ല ഓണം ഫെസ്റ്റിവൽ, കേരളത്തിലെ ഒരു ഓണം ഒന്നും അറിയില്ല. ബിക്കോസ് ഞാൻ വെരി സൗത്ത് ബാംഗ്ലൂർ, കന്നഡ, തമിഴ്, ഇത് കുറച്ച് ഈ കൾച്ചറാണ്. എനിക്ക് കേരളത്തെ പറ്റി അത്ര അറിയില്ലായിരുന്നു. So I used to find it all very different. And so നമുക്ക് ആക്ച്വലി മമ്മൂക്ക നമുക്കെല്ലാം സെർവ് ചെയ്തിട്ട് I think ഒരു 1 hour ഷൂട്ടിംഗ് സംതിങ്. അപ്പോ ഭക്ഷണം ആൻഡ് ദെൻ നമുക്ക് ഡേ ഓഫ്. അപ്പൊ അത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഈ ഓണസദ്യ, അതും ഇലയില് ഓണസദ്യ കഴിച്ച്. ഓ, അപ്പൊ ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ ഓണസദ്യ? ആണല്ലേ. എനിക്ക് ഇല ഊട്ടാൻ എവറി സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വേരിയേഷൻ. എനിക്കത് ഭയങ്കര ഇഷ്ടം. ഓണസദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇപ്പൊ 25 years ആയി. ഇപ്പൊ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ കേരളത്തിന്റെ ഒതന്റിക് ആയിട്ടുള്ള ഭക്ഷണം ഏതെന്ന് ചോദിച്ചാൽ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ്, അല്ലെങ്കിൽ വെന്നവർ ചേച്ചി കേരള വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാണ്ട് കഴിച്ചിട്ട് പോണത് എന്തായിരിക്കും? എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒതന്റിക് അവിയൽ ഇഷ്ടം. ബിക്കോസ് അവിയലിന് ഞാൻ ഇത്ര what shall I say, such good avial ഞാൻ ആക്ച്വലി കഴിച്ചിട്ടില്ല. കഴിക്കും, വെരി റെയർ. നോ, ട്രൈ ചെയ്തിട്ടേ ഇല്ലേ? ആണോ? ക്ലീനിങ്ങിലാണോ ഫുൾ ഇൻട്രസ്റ്റ്? നോ കുക്കിംഗ്. ബട്ട് ഐ ലൈക്ക് ഇവിടുത്തെ അവിയൽ, ഇവിടുത്തെ തോരൻ, ഇവിടുത്തെ പായസം. ആ ചക്കന്റെ കുറെ വെറൈറ്റി ചെയ്യുന്നുണ്ടല്ലോ, ചക്കയുടെ പായസം. അപ്പൊ ഇത്ര ഇഷ്ടമുള്ളപ്പോ ബാക്ക് ഹോം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ടേ ഇല്ല? ഞാൻ ഓർഡർ ചെയ്തിട്ട് കഴിക്കും. എനിക്ക് സത്യം അതിലെ ഒരു ആക്ച്വലി എന്റെ മിസ്റ്റർ ഫ്രണ്ട് നേബിൾ ഇപ്പൊ തന്നെ പറഞ്ഞു, കൊറേ ആൾക്കാര് ലക്ഷ്മി ചേച്ചി ഒരു റോൾ മോഡൽ പോലെ നിക്കുന്നേ, നീ ഇങ്ങനെ ആഗ്രഹമുണ്ട്. എനിക്ക് ആ ഒരു എന്താ പറയാ, കുക്കിംഗിലെ കുറച്ച് ഒരു പേഷ്യൻസ് വേണം. എനിക്ക് അത്ര പേഷ്യൻസ് ഇല്ല. അതെ, വേറെ നോട്ട് ഫോർ കുക്കിംഗ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. ജീവിതത്തിലെ ആദ്യത്തെ വിഷുക്കണി സമ്മാനിച്ചത് ജയറാമേട്ടനും പാർവതി ചേച്ചിയുമാണ്. അത് നമുക്ക് 2001. അതായത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ സെറ്റിലാണോ? അല്ല, ഞങ്ങൾ ഒരു ഗൾഫ് ടൂർക്ക് പോയിരുന്നു. അപ്പോ ജയറാം, കാവ്യ ആൻഡ് പ്രഭു ഗണേശൻ, പിന്നെ കലാ മാസ്റ്റർ ഗ്രൂപ്പ്, കലാഭവൻ മണി ഉണ്ടായിരുന്നു. അപ്പോ കുറെ ആർട്ടിസ്റ്റ്. സോ ഫസ്റ്റ് സ്റ്റാർ ഷോ ആണ് ഒരു ടൂറ്. അപ്പോ നമ്മുടെ ഈ ദുബായില്, നമ്മുടെ ബേസ് ദുബായ്, അവിടെ പോകും. സോ അവിടെ രാവിലെ എല്ലാരും അപ്പൊ തന്നെ കേട്ടു ഇത് വിഷുക്കണി അപ്പൊ അതിന്റെ പൈസ കൊടുക്കും. അതെ, ഫസ്റ്റ് ടൈം ഞാൻ കണ്ടത് പാർവതി അത് ഇട്ടു, അത് വിഷുക്കണി ഉണ്ടാക്കി. സോ ഞാൻ രാവിലെ അങ്ങനെ എണ്ണിട്ടില്ല, എനിക്കറിയില്ലായിരുന്നു ഇതെല്ലാം. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ഈ വിഷുക്കണി പറ്റി അറിഞ്ഞത്, അതിനെ കുറിച്ച് അറിഞ്ഞു, കണ്ടതെല്ലാം അവിടെ വെച്ചിട്ടാണ്, അതും ദുബായിൽ വെച്ചിട്ടാണ്. ഓക്കെ, എന്നിട്ട് അങ്ങനെ വിഷുക്കൈ നീട്ടവും കിട്ടി. അതെ. ഓക്കെ, ശരി. അടുത്തത്, പിന്നെ അങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല വിഷു? കൊറേ. പിന്നെ ലോട്ട് ഓഫ് ടൈംസ് വിഷുക്കണി എന്ന് പറയുമ്പോ എല്ലാ ഫോട്ടോസ് ഫോട്ടോസ് എല്ലാരും അവരുടെ വീട്ടിലെ ഫോട്ടോസ് കാര്യങ്ങളും വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അയച്ചു തരും. ഓക്കെ, അമ്മയാകുന്നതും കുട്ടികളെ വളർത്തലുമല്ല എന്റെ ജീവിതമെന്ന് തീരുമാനിച്ച സമയം? എനിക്ക്
എനിക്ക് തോന്നുന്നത് ചേച്ചിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാലും എല്ലാം ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ്ലി ചേച്ചിയോട് എല്ലാവരും ഏറ്റവും മോസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, ലക്ഷ്മി എന്തുകൊണ്ട് കല്യാണം കഴിച്ചിട്ടില്ല, ഇത് തന്നെ. സോ എനിക്ക് ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യണമെന്നേ ഇല്ല. മദർഹുഡ് തിങ് ഇസ് വെരി നൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവുന്നേ ഇല്ല. ഇൻഫാക്ട് എനിക്ക് കുറെ അമ്മമാര് രാവിലെ அந்த സ്കൂൾ ബസ് നിൽക്കുമ്പോ அந்த കുട്ടിക്ക് ഇത്ര വലിയ ബാഗ് ഇട്ട് അവർ നിൽക്കുമ്പോ ഞാൻ വിചാരിക്കും എത്ര ഒരു സ്ട്രെസ് ആണ്, എത്ര ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. കഷ്ടം ഈ അമ്മയാകാൻ. സത്യം അമ്മയാകാൻ ഈസി അല്ല. ഞാനൊരു അമ്മയാണ്. ഇപ്പൊ അവള് 8th സ്റ്റാൻഡേർഡിലാണ്. And you're always a mom, right? I used to see how my mother would worry for me every time. എനിക്ക് അങ്ങനെ ഒരു മെറ്റേർണൽ ഇൻസ്റ്റിങ്ക്റ്റ് എനിക്ക് ചില സ്ത്രീകൾക്ക് എപ്പോഴും അതൊരു ആഗ്രഹമാണ്, നമുക്കൊരു നമ്മുടെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടാക്കണം, കുട്ടികൾ ഉണ്ടാവണം. എനിക്കത് എപ്പോഴും എനിക്കത് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും ഇയേഴ്സ് ആയി ഇങ്ങനെ ചേച്ചിക്കും ഫ്രണ്ട്സും ഫാമിലിയിൽ എല്ലാവരും ആൾക്കാർ ഇങ്ങനെ ടുഗെദർ ആയിട്ട് അവരുടെ ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്നു. പക്ഷെ ചേച്ചി ഒരിക്കലും അത് അട്രാക്ട് ചെയ്തിട്ടില്ല എന്ന് ഇപ്പൊ യു ജസ്റ്റ് സെഡ് ഇറ്റ് അല്ലേ? ഡെഫിനറ്റ്ലി നോട്ട്. സത്യം. And lot of my friends are single also. അത് ഡിവോഴ്സ് ആയിട്ടുമുണ്ട്, അല്ലാതെ കല്യാണം കഴിക്കാതെ സിംഗിൾ ആയവരുണ്ട്. Divorced, I consider them married and come back. I have a lot of single women friends. Oh, okay. And not only that, and ഞാൻ എന്റെ കസിൻസ് എന്റെ കുട്ടികളെല്ലാം കാണുമ്പോ എനിക്ക് ഇഷ്ടം, കുട്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, കുട്ടികൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടം, അതെല്ലാം ഉണ്ട്. പക്ഷെ ഈ അതൊരു ഡിഫറെന്റ് റെസ്പോൺസിബിലിറ്റി. മനസ്സിലായി എനിക്ക്. ഐ എം ടു ഏതോ അതെ, അത് നമുക്കത് ചിലർക്കത് സെറ്റ് ആവൂല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഇയേഴ്സിനുള്ളിൽ എപ്പോഴെങ്കിലും എനി ടൈം ഏതെങ്കിലും ഒരു മൊമെന്റ് എങ്കിലും ചേച്ചിക്ക് ഒരു ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ആ ഒരു ലോൺലിനെസ് അങ്ങനത്തെ ഒരു ഫീൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സംടൈംസ്. പക്ഷെ ഐ ബിലീവ് എല്ലാത്തിനും നമ്മുടെ സൊല്യൂഷൻസ് നമ്മൾ ഉണ്ടാക്കണം, നമുക്ക് ഉണ്ടാവും. സോ സംടൈംസ് ഐ ഫീൽ if you have a companion you can do many things. Yes. Ipo suppose or a night less, suppose the weather is, but correct companion വേണം. ഇപ്പൊ ജസ്റ്റ് ബിക്കോസ് എല്ലാവർക്കും ഒരു മാരേജ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആൾക്കാരുടെ നേച്ചർ സ്വഭാവം വളരെ ഡിഫറെന്റ് ആയാലും യു കാൻ ഡു തിങ്സ് ടുഗദർ. ബട്ട് സംടൈംസ് ഒരു നൈറ്റ് ഷോക്ക് പെട്ടെന്ന് ഇപ്പൊ പോകണമെന്ന് പോവും, ഇല്ലെങ്കിൽ ഒരു ഡ്രൈവ് പോവും. പക്ഷെ ഇപ്പൊ അത് ഓൾസോ നമുക്ക് കുറെ സൊല്യൂഷൻസ് ഉണ്ട്. If you have people who are impulsive, I do have some impulsive girlfriends also, so we do a lot of things, so it's okay. അത് മിസ് ചെയ്യുന്നില്ല. Especially ഇപ്പോ ladies travel groups ഉണ്ട്, and everything with the net and social media ഇതൊരു പോസിറ്റീവ് ആണ്. നമുക്ക് to connect, to do fun activities, നമുക്ക് ഈ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പ്. അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെ ഒരു അരയന്നത്തിന്റെ സൗന്ദര്യത്തോടെ മലയാള സിനിമയിലേക്ക് എത്തിയ നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി. ജന്മം കൊണ്ട് കർണാടകക്കാരിയാണെങ്കിലും കർമ്മം കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ഈ നടി. ലക്ഷ്മി ഗോപാലസ്വാമി 54 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രായത്തിലും നൃത്തവേദികളിൽ നടി സജീവമാണ്. ജീവിതത്തിൽ ഈ ഒറ്റപ്പെടലും ഈ ഒറ്റയ്ക്കുള്ള മനോഹരമായ കാലവുമെല്ലാം താരം ആസ്വദിക്കുകയാണ്. ഒരു പരാതികളുമില്ല, പരിഭവങ്ങളുമില്ല, ആരോടും ഒരു പിണക്കത്തിനുമില്ല. ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കലും താരം ആരെയും കുറിച്ചൊരു പരാതിയും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അത് മലയാള സിനിമയിലാണെങ്കിലും അന്യഭാഷയിലാണെങ്കിലും നിരവധി ശക്തമായ കഥാപാത്രങ്ങളും പ്രാധാന്യമേറിയ കഥാപാത്രങ്ങളും പ്രാധാന്യം കുറഞ്ഞ കഥാപാത്രങ്ങളും ഒക്കെ താരം അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിടത്തും തനിക്ക് അവഗണന നേരിട്ടെന്നോ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതോ അങ്ങനെ ഒന്നും താരം പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഒറ്റയ്ക്കുള്ള ജീവിതം അതിന്റെ ഏറ്റവും പൂർണ്ണതയിൽ ആഘോഷിക്കുകയാണ് ലക്ഷ്മി ഗോപാലസ്വാമി. അച്ഛൻ MK ഗോപാലസ്വാമി, അമ്മ ഡോക്ടർ ഉമാ ഗോപാലസ്വാമി. 1970 ജനുവരി 7 ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ജനനം. സംഗീതജ്ഞ കൂടിയായ അമ്മ ലക്ഷ്മിക്ക് വേണ്ടി പലപ്പോഴും താളം തിട്ടപ്പെടുത്തിയിരുന്നു. ചെറിയ വയസ്സ് മുതലേ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് ഇന്നും ശ്വാസവും നിശ്വാസവും നൃത്തം തന്നെയാണ്. 17 വയസ്സിൽ മോഡലിംഗ് ചെയ്തുകൊണ്ടാണ് ലക്ഷ്മി കരിയർ ആരംഭിക്കുന്നത്. വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി ആയിട്ട് പോലും വളരെ ചെറുപ്പത്തിൽ തന്നെ ലക്ഷ്മി ഗോപാലസ്വാമി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി.
അഭിനയത്തിൽ തുടക്കം കുറിക്കുന്നത് ലോഹിതദാസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ അരയിനങ്ങളുടെ വീട് എന്ന സിനിമയിലൂടെയാണ്. 2000-ലാണ് സിനിമ റിലീസായത്. അതിനുശേഷം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അച്ഛനെയാണ് എനിക്കിഷ്ടം, മാമ്പഴക്കാലം, മാമനപുരം ബസ് റൂട്ട്, കീർത്തി ചക്ര തുടങ്ങിയ നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം തുടങ്ങി അന്നത്തെ മുൻനിര താരങ്ങളുടെ എല്ലാം നായികയായി. മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം ലക്ഷ്മി ഗോപാലസ്വാമി എന്ന നടി വിജയം കണ്ടു. നർത്തകിയായതുകൊണ്ടാണോ സിനിമയിൽ അവസരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ നല്ലൊരു നർത്തകി നല്ലൊരു നടിയായിരിക്കണം എന്നില്ല. നല്ലൊരു നടിക്ക് നല്ല നർത്തകിയും ആകാൻ സാധിക്കണമെന്നില്ല. നർത്തകി അഭിനയിക്കുമ്പോൾ നൃത്തത്തിന്റെ മുഖഭാവങ്ങൾ വന്നു പോകാം. അത് അഭിനയത്തിൽ പാടില്ലാത്തതാണ് എന്ന് ലക്ഷ്മി ഗോപാലസ്വാമി പറഞ്ഞിരുന്നു. നൃത്തത്തെയും അഭിനയത്തെയും രണ്ടും രണ്ട് തട്ടിലായിട്ട് തന്നെയാണ് താൻ കൊണ്ടുപോകുന്നത്. ഇപ്പോഴും അഭിനയത്തിലും നൃത്തത്തിലും എല്ലാം സജീവമാണ് താരം. ഇൻഹിബിഷൻസ് ഇല്ലാത്ത കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ലക്ഷ്മി ഗോപാലസ്വാമിയുടെ പ്ലസ് പോയിന്റ് ആയിരുന്നു. ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിൽ മണിക്കുട്ടന്റെ അമ്മയായി അഭിനയിക്കുമ്പോൾ 35 വയസ്സ് മാത്രമേ ലക്ഷ്മിക്കുണ്ടായിരുന്നുള്ളൂ. അമല പോളിന്റെ അമ്മയായും ലക്ഷ്മി ഗോപാലസ്വാമി അഭിനയിച്ചിട്ടുണ്ട്. നൃത്തത്തിന്റെയും അഭിനയത്തിന്റെയും ഇടയിൽ മറന്നുപോയതാണോ വിവാഹം എന്ന് ചോദിച്ചപ്പോൾ പറ്റിയ ആൾ വന്നില്ല എന്നായിരുന്നു നടിയുടെ മറുപടി. ഇന്ന പ്രായത്തിൽ വിവാഹിതയാകണം, കുട്ടികളാകണം എന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിരുന്നില്ല. സംഭവിക്കുമ്പോൾ സംഭവിക്കുമെന്നായിരുന്നു വിശ്വാസം. ഒരാളെ കാണുമ്പോൾ ഇനി ജീവിതത്തിൽ ഇയാൾ വേണമെന്ന ഫീല് ആരോടും തോന്നിയിട്ടില്ല. അതുകൊണ്ട് നടന്നില്ല എന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു. കല്യാണം കഴിച്ചില്ലേ, എന്താ കഴിക്കാത്തത് എന്നൊക്കെയുള്ള ചോദ്യം നിരന്തരമായപ്പോൾ ഈ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ് എന്നായിരുന്നു നടിയുടെ മറുപടി. സിനിമയിലല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്ന ആഗ്രഹത്തിന്റെ പുറത്തായിരുന്നു ഞാൻ. അതിനിടയിൽ പറ്റിയ ആൾ വന്നാൽ വിവാഹം ചെയ്യാമെന്ന് കരുതി. എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല എന്നും തന്റെ വിവാഹവും അങ്ങനെയാണെന്നും താരം പറയുന്നു.